ഹലോ എവരി വൺ. നമ്മളൊരു മിഡിൽ ക്ലാസ്സിൽ വളർന്ന പെൺകുട്ടികളാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ കാര്യങ്ങളാണ്. ഒരു 20-30 ഇയേഴ്സ് ബാക്കുള്ള കാര്യം കേട്ടോ. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിൽ സ്വപ്നം കാണുന്നതിന് ഒരുപാട് പരിധികളുണ്ട് അല്ലേ? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിൽ വളർന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറുപ്പം മുതലേ ഒരു മോഡലാവുക എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമുക്കതിനുള്ള ഒരു സപ്പോർട്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടിയില്ല. അതിനെന്താ പറയുക, പാരൻസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അവരെപ്പോഴും എന്നോടൊക്കെ പറയാറുള്ളത്, നീ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളെ സംബന്ധിച്ച് ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കുക, എന്നിട്ട് ആ പൈസ വെച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനും അങ്ങനെ നഴ്സിംഗ് വലിയ താല്പര്യമില്ലാതിരുന്നിട്ടും നഴ്സിംഗ് പഠിച്ചു. അങ്ങനെ ഭാഗ്യത്തിന് നമുക്ക് എക്സാമൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിലെത്തി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം, നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇനി പണ്ട് മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക. നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടുന്ന ഓരോ മൊമെൻറ്റ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൻ്റെ എന്താ പറയുക ഒരു നെക്സ്റ്റ് 10 ഇയേഴ്സ് ഒരു ഗോളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഞാനിപ്പോൾ കണ്ടെത്താറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പറ്റുന്നുണ്ട് അറ്റ് ദ മൊമെൻറ്റ്. അത് ഞാനൊരു ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് തിങ്സ് ആസ് ഗ്രാൻറ്റഡ്. പക്ഷേ നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് അത്യാവശ്യം ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അതൊരു അഹങ്കാരമായിട്ടൊന്നും ആരും കണക്കൂട്ടരുത്. ഇറ്റ് ഈസ് മൈ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മുടെ മലയാളി അസോസിയേഷനിൽ ഒരു